पित्तजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम्। യാത്ര 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 അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര. അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര. യാത്ര 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 യാത്ര. പരബ്രഹ്മപ്പൊരുൾ തേടി അലയുന്ന നരജന്മം ഹൃദയത്തിലറിവെന്ന ജ്വാല. പരബ്രഹ്മപ്പൊരുൾ തേടി അലയുന്ന നരജന്മം ഹൃദയത്തിലറിവെന്ന ജ്വാല. സിദ്ധിയാം സർവം സ്വായത്തമാക്കുവാൻ കർമ്മ മനോരഥയാത്ര. സിദ്ധിയാം സർവം സ്വായത്തമാക്കുവാൻ കർമ്മ മനോരഥയാത്ര. പുണ്യയാത്ര പുണ്യയാത്ര പവിത്രമാമീ പുണ്യയാത്ര. പുണ്യയാത്ര
പുണ്യയാത്ര പവിത്രമാമീ പുണ്യയാത്ര അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര 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 അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര 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 യാത്ര. ഹലോ, 4 ചായ. ആ ശരി. ചേട്ടാ, ഈ തവന്നൂർ തവന്നൂർ ഹൗ മെനി സോറി, എത്ര കിലോമീറ്റർ വരും? ഒരു 3-3.5 കിലോമീറ്റർ വരും അല്ലേ? തവനൂർ ബ്രഹ്മക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഇനി ഏതു വഴിയാണ് പോകേണ്ടത്? ഇതാ കാണുന്ന കുറ്റിപ്പുറം പുതുപ്പൊന്നാനി ഹൈവേയിലൂടെ പോയാൽ ഐങ്കരം എന്ന സ്ഥലത്തെത്താം. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാൽ തവന്നൂർ ബ്രഹ്മക്ഷേത്രത്തിലെത്താം. ആ, ഇതാണ് ഐങ്കലം. ഇവിടുന്ന് റൈറ്റ് അല്ലേ? ആ, ഓക്കെ, റൈറ്റ്. എന്നാൽ പിന്നെ പോവാം. യാത്ര യാത്ര ചേട്ടാ, ഈ തവനൂർ ബ്രഹ്മക്ഷേത്രത്തിലുള്ള വഴി അടുത്തങ്ങാടിന്ന് റൈറ്റ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. യാത്ര 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 അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര 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 പരബ്രഹ്മപ്പൊരുൾ തേടി അലയുന്ന നരജന്മം ഹൃദയത്തിലറിവെന്ന ജ്വാല പരബ്രഹ്മപ്പൊരുൾ തേടി അലയുന്ന നരജന്മം ഹൃദയത്തിലറിവെന്ന ജ്വാല സിദ്ധിയാം സർവം സ്വായത്തമാക്കുവാൻ കർമ്മ മനോരഥയാത്ര സിദ്ധിയാം സർവം സ്വായത്തമാക്കുവാൻ കർമ്മ മനോരഥയാത്ര പുണ്യയാത്ര പുണ്യയാത്ര പവിത്രമാമീ പുണ്യയാത്ര 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 പവിത്രമാമീ പുണ്യയാത്ര അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര അറിവിൻ്റെ ഉറവയാം തെളിനീരു നുകരുവാൻ കൊതിയേറെയായുള്ള യാത്ര.
നമസ്കാരം. ആരാ? എവിടെന്നാ? ഞങ്ങൾ ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ യാത്രയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? വിശദമായി നിങ്ങൾക്കറിയാൻ ദാ ഇരിക്കുന്ന സ്വാമിയോട് ചോദിച്ചാൽ മതി. നമസ്കാരം സ്വാമിജി. സ്വാമി, ഞങ്ങൾ ഈ പുണ്യസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ചും അതിനോടനുബന്ധമായ ചരിത്രത്തെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും അറിയുവാൻ താല്പര്യപ്പെടുന്നു സ്വാമി. വരൂ കുട്ടികളെ. സ്വാമിജി, തവന്നൂരിലെ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? കുട്ടികളെ, അറിവെന്ന സ്വത്ത് ഒരു മനുഷ്യായുസ് കൊണ്ട് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അറിവിനെ തേടിയുള്ള നിങ്ങളുടെ പ്രയാണം മറ്റുള്ളവരിലേക്ക് അറിവിൻ്റെ ഗംഗാപ്രവാഹമായി ഒഴുകട്ടെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നത് ഒരു മഹത്തായ കർമ്മമല്ലേ? അതൊരു വലിയ പുണ്യമല്ലേ? എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അതിപുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രം മുഴുവൻ പ്രൗഢിയായി മിഴി തുറന്നു നിൽക്കുന്ന ഒരു ദേവാലയമാണ് നമ്മൾ വസിക്കുന്ന ഈ കൊച്ചു കേരളം. മഹാവിഷ്ണുവിൻ്റെ 6ാം അവതാരമായ പരശുരാമനാണ് കേരളോൽപ്പത്തിക്ക് കാരണാഭൂതൻ എന്നാണ് ഐതിഹ്യം. താൻ വെൺമഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കേരളത്തിൻ്റെ ശ്രേയസ്സിനായി പരശുരാമനൊരു യാഗം നടത്തുവാൻ മനസ്സിൽ നിശ്ചയിച്ചു. മംഗളകരമായി ആ യാഗം നടത്തുവാൻ അദ്ദേഹം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെയാണ് സമീപിച്ചത്. ഭാർഗവരാമന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ബ്രഹ്മാവ് എല്ലാ ദേവിമാരെയും ഋഷിമാരെയും വിളിച്ചു വരുത്തി കന്യാകുമാരിക്കും ഗോകർണത്തിനുമിടയിൽ സഹ്യാദ്രിയിൽ ബ്രഹ്മദേവൻ യാഗം ആരംഭിച്ചു. ആ മഹായാഗത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്രഹ്മാവിൻ്റെ പാർശ്വത്തിൽ ഉപവിഷ്ടയാകാൻ ദേവകൾ സരസ്വതിയെ വിളിച്ചു. എന്നാൽ സമയത്തിന് ദേവി വന്നെത്തായകയാൽ മുഹൂർത്തം തെറ്റാതിരിക്കാൻ മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായമനുസരിച്ച് മുനിമാർ ഗായത്രി ദേവിയെ ബ്രഹ്മാവിൻ്റെ പാർശ്വത്തിലിരുത്തി ദീക്ഷിപ്പിച്ചു. അപ്പോൾ സമയം വൈകിയെത്തിയ സരസ്വതി ആ അവസ്ഥാദർശനത്തിൽ കോപിഷ്ഠയായി ഗായത്രി ദേവിയെ ഒരു നദിയായി തീരട്ടെയെന്ന് ശപിച്ചു. ഇത് കേട്ട് ക്രോധയായ ഗായത്രി ദേവി സരസ്വതി ദേവിയെയും ശപിച്ച് മറ്റൊരു നദിയാക്കി മാറ്റി. ഇത് കണ്ട ബ്രഹ്മാദിദേവകൾ സരസ്വതിയോട് ശാപമോക്ഷത്തിനപേക്ഷിച്ചു. യജ്ഞാരംഭത്തിൽ ഗണപതി പൂജ നടത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ തൻ്റെ ശാപം കൊണ്ട് യാഗം മുടങ്ങിയതെന്നും തൻ്റെ ശാപം പൂർണ്ണമായും നിഷ്ഫലമാകില്ലെന്നും അതുകൊണ്ട് ഓരോ ദേവിമാരും അവരുടെ അംശം കൊണ്ട് ഓരോ നദികളായി തീരണമെന്നും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഗായത്രി സരസ്വതിമാർ സഹ്യപർവ്വതത്തിൻ്റെ ആനമുടിയിൽ നിന്ന് നദികളായി ഉത്ഭവിച്ച് അതിൽ ചേർന്ന് സാവിത്രി എന്ന് വിളിക്കപ്പെട്ട് പടിഞ്ഞാറോട്ടൊഴുകി. ലക്ഷ്മി, പാർവതി, ശജിമാരുൾപ്പെടെ മറ്റ് ദേവഭക്തിമാരും അവരുടെ അംശങ്ങൾ കൊണ്ട് ഓരോ ഉപനദികളായി സാവിത്രിയിൽ ചേർന്നു. ഈ നദികളാണ് നിള എന്ന നമ്മുടെ ഭാരതപ്പുഴ. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ദക്ഷിണഗംഗയായ ഭാരതപ്പുഴയ്ക്ക് ഒരു വലിയ സ്ഥാനമാണുള്ളത്. മാമാങ്കങ്ങളിൽ വെച്ച് പൊരുതി മരിച്ച രണധീരന്മാരെക്കുറിച്ചുള്ള നാടോടി പാട്ടുകളും കഥകളും ധാരാളമുണ്ട് ഈ നദിയുടെ നാമത്തിൽ. തലക്കുളത്ത് ഭട്ടത്തിരിയെപ്പോലുള്ള ജ്യോതിശാസ്ത്ര പണ്ഡിതരും തുഞ്ചത്തെഴുത്തച്ഛനും കുഞ്ചൻ തമ്പിയാരും മേൽപ്പത്തൂർ ഭട്ടത്തിരിയും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുമൊക്കെ ഈ പേരാറൻ തീരത്ത് ജനിച്ചു വളർന്ന മഹത് വ്യക്തികളാണ്. അത്രമേൽ പ്രശസ്തിയാൽ കളകളമൊഴുകുന്ന ഈ പുണ്യനദിയുടെ ഇരുദേശങ്ങളിലും ചരിത്രപ്പഴമയും സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ സാഗരസ്ഥാനമെന്ന മാഹാത്മ്യവും പിതൃതർപ്പണ പുണ്യത്തിൻ്റെ വൈശിഷ്ട്യവും ചരിത്രമാമാങ്കങ്ങളുടെ യാഥാർത്ഥ്യവും മിഴിതുറന്നു നിൽക്കുന്ന ഈ ഇരുകര ദേശങ്ങളാൽ സ്വച്ഛസുന്ദരമാണ് ഈ മഹാപുണ്യസങ്കേതം. ധരേത്രിയുടെ മാറുചുരത്തി ഒഴുകുന്ന പവിത്രമാം ഈ പാൽപ്പുഴയുടെ തെക്കുകരയാകുന്ന ഈ മണ്ണ് തപസന്നൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പണ്ട്, വളരെ പണ്ട്, അനേകം താപസന്മാർ തപസ്സനുഷ്ഠിച്ചിരുന്ന ഒരു പുണ്യസങ്കേതമായിരുന്നു ഈ തപസന്നൂർ. ഇപ്പോൾ പരിഷ്കൃത നാമത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഈ തവനൂർ. പണ്ട് സഹ്യാദ്രിയിൽ മുടങ്ങിപ്പോയ യജ്ഞം ഭാർഗവരാമന്റെ ആഗ്രഹമറിഞ്ഞ് ബ്രഹ്മാവ് വീണ്ടും നടത്തുവാൻ ഉത്കൃഷ്ടനായി. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം ഈ തപസന്നൂർ ആയിരുന്നു.
മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ മകന്നാളിൽ ആ മഹായജ്ഞം നിർവിഘ്നം മംഗളകരമായി പര്യവസാനിച്ചു. ബ്രഹ്മാവ് ഈ യാഗം നടത്തിയ സ്ഥലത്ത് വസിഷ്ഠന്റെ നേതൃത്വത്തിൽ എല്ലാ മഹർഷിമാരും ചേർന്ന് സർവ്വദേവീ ദേവന്മാരുടെയും അനുവാദത്തോടെ ത്രേതായുഗത്തിൽ ഒരു ക്ഷേത്രം പണിത് അതിൽ ബ്രഹ്മാവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതാണ് ഈ മഹനീയമാം തവന്നൂരിലെ ബ്രഹ്മക്ഷേത്രം. യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ വന്ന മഹാവിഷ്ണു നിളയുടെ വടക്കേക്കരയിലാണ് കുടികൊണ്ടത്. ത്രേതായുഗത്തിൽ തന്നെ ഋഷഭരാജ മഹർഷിയുടെ പുത്രന്മാരായ നവയോഗികൾ ഹരി, കവി, ആവിർഹോത്രൻ, ചമസൻ, ഭ്രുമിളൻ, വിപ്പലായനൻ, പ്രബുദ്ധൻ, അന്തരീക്ഷൻ, ഗർഭാജനൻ എന്നിവർ മോക്ഷം നൽകുന്ന മുകുന്ദൻ എന്ന സങ്കല്പത്തിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പടികഴിപ്പിച്ചു. ത്രിമൂർത്തി സാന്നിധ്യത്തിൽ പൂർണ്ണതയേകാൻ നിലയുടെ തെക്കേക്കരയിൽ ഈ ബ്രഹ്മക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ദിശയിലായി യാഗാർത്ഥം സന്നിഹിതനായ ശിവൻ വിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഭൃഗം, അഗസ്ത്യൻ തുടങ്ങിയ ബ്രഹ്മമഹർഷിമാർ ചേർന്ന് ധ്യാനയോഗത്തിലിരിക്കുന്ന പരമശിവന്റെ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം പണിതു. പാവനമാം ഈ ത്രിമൂർത്തി സംഗമഭൂവിലെ മണൽത്തരികളിൽ പാദമൊന്ന് സ്പർശിച്ചാൽ ജന്മം സുഹൃതമായി ഭവിക്കും. സ്വാമി, ഈ ത്രിമൂർത്തി സംഗമ തീരത്തെ പിതൃതർപ്പണത്തിന്റെ പൊരുളും അതിന്റെ മഹാത്മ്യവും എന്തൊക്കെയാണ്? പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമാണ് തിരുനാവായിലെ ഈ ത്രിമൂർത്തി സംഗമസ്ഥാനം. ഈ പ്രാധാന്യം ലഭിച്ചതിന് പിന്നിൽ വളരെ വലിയ ഒരു കഥയുണ്ട്. കുരുക്ഷേത്രത്തിലെ പ്രസിദ്ധമായ സെമന്തപഞ്ച തീർത്ഥത്തിൽ ഉദകക്രിയ നടത്തിയിട്ടും ശാന്തിയും മോക്ഷവും ലഭിക്കാതെ അലഞ്ഞ് തപസ്സനുഷ്ഠിച്ചപ്പോൾ തൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ട പരശുരാമൻ ആകുലനായി. തൻ്റെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളാണ് തൻ്റെ തപസ്സിന് ഭംഗം വരുത്തുന്നതെന്ന് അദ്ദേഹം യോഗദൃഷ്ടിയിൽ മനസ്സിലാക്കി. അതിനുള്ള പരിഹാരവും ആ അവതാര പുരുഷന്റെ മനസ്സിൽ തന്നെ തെളിഞ്ഞു. അങ്ങനെ പരശുരാമൻ ഒരിക്കൽ വ്രതശുദ്ധി നോറ്റ് കർക്കിടക അമാവാസി നാളിൽ തിരുനാവായ ത്രിമൂർത്തി സംഗമതീർത്ഥത്തിൽ ബലിതർപ്പണം നടത്തി. അന്നു മുതലാണ് ഈ പുണ്യതീർത്ഥക്കര ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ഏറെ ഖ്യാതി നേടിയതെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ പ്രതിപുരുഷന്മാരായ കർമ്മികൾ സംഹാരമൂർത്തിയായ ശിവനെ സാക്ഷി നിർത്തി ബലികർമ്മങ്ങൾ ചെയ്ത് പരേതാത്മാക്കളെ വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കുന്നതായിട്ടാണ് ബലികർമ്മത്തിൻ്റെ സങ്കല്പം. ഈ നാട് ഭരിച്ചിരുന്ന വെട്ടത്ത് രാജാവിൻ്റെ പരിരക്ഷണയിലായിരുന്നു ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഈ 3 ക്ഷേത്രങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെട്ടത്ത് രാജാവിൻ്റെ സേവകനും സദസ്സിനുമായിരുന്ന പണ്ഡിതനായ തവനൂർ മനക്കിലെ ഒരു നമ്പൂതിരി പ്രായാധിക്യ വിവശതയാൽ വെട്ടത്ത് കൊട്ടാരത്തിൽ വരാൻ സാധിക്കാത്ത അവസ്ഥയിലായി. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവിശ്വാസ ബഹുമാനങ്ങളാൽ ഇനിയുള്ള കാലം തന്നെ സേവിക്കാൻ അരമനയിലേക്ക് വരേണ്ടതില്ലെന്നും പകരം തവനൂരിലെ ബ്രഹ്മക്ഷേത്രങ്ങൾ സംരക്ഷിച്ചാൽ മതിയെന്നും ആ 2 ക്ഷേത്രങ്ങളും അവയോട് ചേർന്ന വരുമാന ഭൂസ്വത്തുക്കളും ആ ബ്രാഹ്മണ പണ്ഡിതനെ രാജാവ് ഏൽപ്പിച്ചു. അന്നു മുതൽ ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണവും ഭരണവും വേണ്ടതുപോലെ ആ ബ്രാഹ്മണ കുടുംബം നടത്തിവന്നു. തന്മൂലം ആ ബ്രാഹ്മണ കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു എന്ന് പറയപ്പെടുന്നു. സൃഷ്ടിയുടെ ഉറവയാം ബ്രഹ്മദേവൻ്റെ ആ പാവനമാം ക്ഷേത്രസന്നിധി നേരിട്ട് അനുഭവിക്കുവാൻ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട് സ്വാമി. തീർച്ചയായും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ദേശക്കാർക്കും തൻ്റെ മുന്നിലണയുന്ന ഓരോ ഭക്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രസാദിക്കുന്ന ആ തിരുസന്നിധിയിലേക്ക് നമുക്ക് പോകാം. വന്നാലും വടക്കേ ഇന്ത്യയിലെ രാജസ്ഥാനിലെ പുഷ്കർ തീർത്ഥക്കരയിലുള്ള പുഷ്കർ ബ്രഹ്മക്ഷേത്രവും ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ നിളാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന തവനൂർ ബ്രഹ്മക്ഷേത്രവും മാത്രമാണ് നിത്യപൂജയുള്ള ബ്രഹ്മക്ഷേത്രങ്ങൾ.
ഓം ബ്രഹ്മദേവായ നമഃ. സ്രഷ്ടാചരസ്യ സർവസ്യ ലോകാനാഞ്ച പിതാമഹ ആദിശ്ച സർവഭൂതനാം നസ്മൈ വേദാത്മനേ നമഃ. നസ്മൈ വേദാത്മനേ നമഃ. അവരിപ്പോൾ ചൊല്ലിയതാണ് ബ്രഹ്മസ്തോത്രം. എല്ലാ ഞായറാഴ്ചകളിലും ശുദ്ധിയോടെ വ്രതമെടുത്ത് ദീപാരാധനയ്ക്ക് ഈ ദേശത്തെ ഭക്തന്മാർ ചൊല്ലുന്ന ബ്രഹ്മസ്തോത്രമാണിത്. സ്വാമി, ഈ ബലിക്കലിന്റെ പൊരുൾ എന്താണ് സ്വാമി? ഗണപതി, വീരഭദ്രൻ, ഇന്ദ്രൻ എന്നീ അഷ്ടദിക്പാലകന്മാരുടെ ബലിക്കൽ പ്രതിഷ്ഠയാണ് ഇത്. വട്ടത്തിലുള്ള ശ്രീകോവിലിനുള്ളിൽ വിധിനിർണയത്തിലും സൃഷ്ടികർമ്മത്തിലും നിരതനായ ഭാവത്തിലും കിഴക്കോട്ട് ദർശനമായ നാൻമുഖനായ ബ്രഹ്മാവിൻ്റെ കൃഷ്ണശിലാ വിഗ്രഹമാണ് നമ്മളിപ്പോൾ ദർശിച്ചത്. ഈ കാണുന്നതാണ് നിളാ നദിയിലേക്കുള്ള സ്നാനഘട്ടം. ക്ഷേത്രാവശ്യത്തിനാവശ്യമായ ജലം നിളയിൽ നിന്ന് എടുക്കാവൂ എന്ന നിർബന്ധം പ്രതിഷ്ഠാകാരന്മാർ കൽപ്പിച്ചിരുന്നതിനാൽ കിണറില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ജനന സമയത്ത് ഓരോ മനുഷ്യൻ്റെയും ശിരോലിഖിതം കുറിക്കുന്നത് ബ്രഹ്മദേവനാണ്. തമോവിധി അനുകൂലമാക്കാൻ അധികാരമുള്ളത് ബ്രഹ്മദേവന് മാത്രമാണ്. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ബ്രഹ്മോപാസന ചെയ്യുന്നത് പരമപ്രധാനമാണ്. ബ്രഹ്മദേവൻ്റെ ദർശനാമുഖമായ നമസ്കാര മണ്ഡപമാണിത്. കുട്ടികളെ, ബ്രഹ്മദേവനാമം ജപിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. നമസ്കാരം. ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെയധികം അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടം ഭക്തരാണ് ഇവർ. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇത്രയും എത്താൻ ഇവരുടെയൊക്കെ കഠിന പ്രയത്നമാണ്. പിന്നെ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹവും. ഈ ക്ഷേത്ര സഹവാസകനായ എൻ്റെയും അതിയായ ആഗ്രഹമാണ് ഈ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പരിപൂർണതയിലെത്തി ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും. അങ്ങയുടെയും ഈ ബ്രഹ്മഭക്തരായ നാട്ടുകാരുടെയും ആഗ്രഹം സഫലമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. കുട്ടികളെ,
നിങ്ങളുടെ ഈ ആഗമനോദ്ദേശം കൊണ്ട് ഈ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഈ പ്രപഞ്ചമെങ്ങും കീർത്തിയുടെ കിരണങ്ങളായി പ്രകാശിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. അറിവാകുന്ന അദൃശ്യശക്തിയാം ഈശ്വരനിലേക്കടുക്കുവാൻ ധ്യാനദൃഷ്ടിയാൽ ജ്ഞാനം കൈവരിക്കുവാൻ അതിരുകളില്ലാത്ത അർത്ഥസമ്പുഷ്ടമാം നാമങ്ങൾ ഉരുക്കടിച്ച് ഏകാന്തചിത്തമായി സ്വാമി മറ്റൊരു ലോകത്തേക്ക്. ത്രേതായുഗത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ സാവിത്രി തീരമാം തപസ്സന്നൂരിൽ ബ്രഹ്മരാജീവമായി വിടർന്ന മൂർത്തേ, സൃഷ്ടിക്കാധാരമാം ബ്രഹ്മദേവ. ത്രേതായുഗത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ സാവിത്രി തീരമാം തപസ്സന്നൂരിൽ ബ്രഹ്മരാജീവമായി വിടർന്ന മൂർത്തേ, സൃഷ്ടിക്കാധാരമാം ബ്രഹ്മദേവ. ഭാർഗവക്ഷേത്രത്തിൽ സുഹൃത സങ്കേതത്തിൽ പ്രൗഢിയായി കൊടിയേറി ബ്രഹ്മരൂപ ഭാഗ്യദർശനത്തിൻ സുലഭ സാഫല്യത്തിൻ പ്രദക്ഷിണ പാദങ്ങൾ ആർദ്രമായി തിരുവടി തേടിയ കാലടികൾ കുടയാതെ ഉയർക്കാത്തു ഉദയമായോരിൻ്റെ ഉണർവായി സൃഷ്ടിരുതു. ത്രേതായുഗത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ സാവിത്രി തീരമാം തപസ്സന്നൂരിൽ ബ്രഹ്മരാജീവമായി വിടർന്ന മൂർത്തേ, സൃഷ്ടിക്കാധാരമാം ബ്രഹ്മദേവ. മാഘമാസത്തിലെ മകം തിരുനാളിൽ ബ്രഹ്മയാഗാഗ്നിയായി തവനൂർധന്യമാ. മാഘമാസത്തിലെ മകം തിരുനാളിൽ ബ്രഹ്മയാഗാഗ്നിയായി തവനൂർധന്യമാ. മാമാങ്കഭൂമിയും മഹനീയമാക്കുന്നു നാൻമുഖമയുഗത്തിൻ മായികത്തിൽ. മാമാങ്കഭൂമിയും മഹനീയമാക്കുന്നു നാൻമുഖമയുഗത്തിൻ മായികത്തിൽ.
വെട്ടത്തുനാടിൻ കൊട്ടാരരാജൻ ഉറങ്ങാതെ ഉടവാളാൽ കാവല. വെട്ടത്തുനാടിൻ കൊട്ടാരരാജൻ ഉറങ്ങാതെ ഉടവാളാൽ കാവലായി. ഉഷസാകും ഉടയോന്റെ ദാസനായി, ഉഷസാകും ഉടയോന്റെ ദാസനായി. ത്രേതായുഗത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ സാവിത്രി തീരമാം തപസ്സന്നൂരിൽ ബ്രഹ്മരാജീവമായി വിടർന്ന മൂർത്തി, സൃഷ്ടിക്കാധാരമാം ബ്രഹ്മദേവ. ത്രേതായുഗത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ സാവിത്രി തീരമാം തപസ്സന്നൂരിൽ ബ്രഹ്മരാജീവമായി വിടർന്ന മൂർത്തി, സൃഷ്ടിക്കാധാരമാം ബ്രഹ്മദേവ. സൃഷ്ടിക്കാധാരമാം ബ്രഹ്മദേവ.